കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വളരെയധികം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇൻകം ടാക്സിൽ നിന്ന് പല ആൾക്കാർക്കും മെസ്സേജും മെയിലും ഒക്കെ വന്നിട്ടുണ്ടെന്നുള്ളത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ബൾക്കായിട്ട് ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അത് ഡാറ്റയൊക്കെ പഠിച്ച് അനാലിറ്റിക്കൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിരിക്കുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, അതിൽ നിന്ന് കിട്ടിയ ഡിവിഡൻഡ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ശമ്പളക്കാരൊക്കെ അവരുടെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയാം. ആ ഡൊണേഷൻ കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ലെജിബിൾ, കൃത്യമായിട്ടുള്ള നിയമപരമായിട്ട് കൊടുക്കേണ്ട ഡൊണേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. പക്ഷേ തൽക്കാലം ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്തൊരു പരിപാടി ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ നിങ്ങളുടെ ഓൾറെഡി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് റിവൈസ് ചെയ്യുക, നല്ലൊരു ഓപ്ഷനാണത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ സെക്ഷൻ 154 പ്രകാരം നിങ്ങൾക്ക് റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന മെസ്സേജിന് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഭാവിയിൽ ബുദ്ധിമുട്ടാവും. ഇനി ഓൾറെഡി നിങ്ങൾ ഈ കൊടുത്ത കാര്യങ്ങളൊക്കെ ജെന്യൂനാണ്, നിങ്ങൾക്ക് വേറെ വിഷയങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടാവും. കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻകം ടാക്സിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങളുടെ പാൻ കാർഡ് വെച്ച് അത് അവിടെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു മെസ്സേജും മെയിലും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റയും നിങ്ങളുടെ AIS ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിലുള്ള ഡാറ്റയും തമ്മിൽ എന്തുണ്ടാവും, ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ആ കാരണം കൊണ്ട് വരുന്ന മെസ്സേജാണ്. നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല. എത്രയും പെട്ടെന്ന് നല്ലൊരു ടാക്സ് കൺസൾട്ടന്റിനെ കാണുക, കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യുക. അധികം ലേറ്റ് ആക്കണ്ട. ഡിസംബർ 31 വരെ ടൈമുള്ളൂ.